ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഓണം എക്സാമിനുള്ള കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നമുക്ക് എത്ര മാർക്കിനാണ്? 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിലെ ആദ്യത്തെ പാർട്ടിലെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, കാഥോഡ് റേസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഡാഷ് ചാർജ്. അതായത് ഒരു ഇലക്ട്രിക് ചാർജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാഥോഡ് റേസ് പോസിറ്റീവ് ചാർജിലേക്കാണോ നെഗറ്റീവ് ചാർജിലേക്കാണോ അട്രാക്റ്റ് ചെയ്യുക? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എവിടേക്കായിരിക്കും? പോസിറ്റീവ് ഭാഗത്തേക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ പാർട്ടിക്കിൾ ഇൻസൈഡ് ദി ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. അതിൽ പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും, ഒപ്പം എന്തും ഉണ്ടാവും? ഇലക്ട്രോണും കൂടി ഉണ്ടാവും. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാൻ ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, വിച്ച് ആർ ദ പാർട്ടിക്കിൾ ഇൻസൈഡ് ദി ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഘടകങ്ങൾ. ഒരു ആറ്റത്തിൽ മെയിനായിട്ട് ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ആണ് ഉണ്ടാവുക. ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലോ? ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഉണ്ടാവുക? പ്രോട്ടോണും ഉണ്ടായിരിക്കും, ന്യൂട്രോണും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനി മലയാളം മീഡിയം എഴുതാം. പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും. പ്രോട്ടോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ദി തേർഡ് ഓർബിറ്റ് ഓഫ് എൻ ആറ്റം. ഒരാറ്റത്തിലെ മൂന്നാമത്തെ ഓർബിറ്റ് ഏതാണ്? ആദ്യത്തെ ഓർബിറ്റ് ഏതാണ്? കെ. രണ്ടാമത്തെ ഓർബിറ്റ് എൽ. മൂന്നാമത്തെ ഓർബിറ്റ് എം. കെ, എൽ, എം. കെയിൽ എത്ര എണ്ണം കൊള്ളും? 2 ഇലക്ട്രോൺ. എല്ലിൽ 8. എമ്മിൽ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? 2n². അപ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ 2 × 3². 3² 9. 9 × 2 18. എമ്മിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? അപ്പോൾ 18 ഇലക്ട്രോൺ കൊള്ളും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേരെന്താണ്? എം. എം എന്നാണ് മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേര്. നാലാമത്തെ ചോദ്യം, എക്സാമിൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് fill in the blanks in the second pair modern periodic table. അതായത് നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ജോഡി പരിശോധിച്ചിട്ട് രണ്ടാമത് ജോഡി എന്ത് ചെയ്യാനാണ്? ഫില്ല് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ എ, നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ട് പീരീഡ് 7 എണ്ണം. പീരീഡ് എത്ര എണ്ണമാണ്? 7 എണ്ണം. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? എത്ര ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? 18 ഗ്രൂപ്പുകൾ. ഇങ്ങനെ കുത്തനെ ഉള്ളത്, ഇതിനെന്താ പറയുക? കുത്തനെ വരയ്ക്കുന്നതുകൊണ്ട് വിലങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട്. ഇങ്ങനെ നമ്പർ ഓഫ് റോസും കോളംസും അത് മറക്കാതിരിക്കുക. പീരീഡ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്. ഇനി ഈ ഭാഗത്തിൽ നമ്മൾ കുറേ തിയറംസ് ഉണ്ട്, മെൻഡലീഫിൻ തിയറങ്ങൾ. ആ തിയറങ്ങളുടെ ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ മെറിറ്റ്, അതൊക്കെ നിങ്ങളൊപ്പം എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ബി പാർട്ടിൽ ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ആർ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതേപോലെ ട്രിഷിയം ഹൈഡ്രജൻ്റെ എന്താണ്? ഐസോട്ടോപ്പുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗീവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദം. ഓരോന്നിലും വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത്
ഇവയുടെ ഐസോട്ടോപ്പ് എത്രയാണെന്നാണ്. നമുക്കറിയാം ഐസോട്ടോപ്പ്. അപ്പോൾ ഓർക്കുക, ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷെ ആറ്റോമിക് നമ്പർ എന്താണ്? സെയിം. ഓർത്ത് വയ്ക്കുക, ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ഡിഫറൻറ്റും ആറ്റോമിക് നമ്പർ സെയിമും. അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ഒപ്പം ട്രിഷിയം, ഈ മൂന്നെണ്ണമാണുള്ളത്. പ്രോട്ടിയത്തിന് നമ്മൾ എങ്ങനെ എഴുതുക? H11, ഡ്യൂട്ടീരിയം H12, ട്രിഷിയം H13. ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി? പ്രോട്ടോണുകളുടെ എണ്ണം. ഇതെന്താ? ആറ്റോമിക് നമ്പർ. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ എന്താവും? ഡിഫറൻറ്റും ആണെങ്കിൽ എന്താണ്? ഐസോട്ടോപ്പ്. അപ്പോൾ ഐസോബാർ എന്താണ്? തിരിച്ചു പറയുക, ഐസോബാർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്തായിരിക്കും? സെയിമും ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് ആയിട്ടുള്ളതിന് എന്താ പറയുക? ഐസോബാർ എന്ന് പറയുക. ഇത് ഓർത്തു വയ്ക്കുക. ഇനി ഗീവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദം. നമുക്കറിയാം ആറ്റോമിക് നമ്പറിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഹൗ ദ ന്യൂക്ലിയർ ഓഫ് അതർ ആർ ഡിഫറെൻറ്റ്. ഇവ മൂന്നെണ്ണം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം. അതിൽ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? പ്രോട്ടിയം എങ്ങനെ പറയാം? പ്രോട്ടിയം പറയാം. പ്രോട്ടിയത്തിൻ്റെ പ്രത്യേകത, പ്രോട്ടിയത്തിന് ഒരു എന്തുണ്ടാവുള്ളൂ? ഇവിടെ ഒരു പ്രോട്ടിയം നോക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡ്യൂട്ടീരിയത്തിന് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ട്രിഷിയത്തിനാണെങ്കിൽ ട്രിഷിയം ന്യൂക്ലിയസ് കണ്ടെയ്ൻ 1 പ്രോട്ടോൺ ആൻഡ് 2 ന്യൂട്രോൺ. പറയാം, പ്രോട്ടിയത്തിൻ്റെ പ്രത്യേകത 1 പ്രോട്ടോൺ, ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പ്രോട്ടിയത്തിന്. ഇനി ഡ്യൂട്ടീരിയത്തിനാണെങ്കിലോ? ഡ്യൂട്ടീരിയത്തിനാണെങ്കിൽ 1 പ്രോട്ടോണും അതുപോലെ തന്നെ 1 ന്യൂട്രോണും. പഠിച്ചു പോവുക. പ്രോട്ടിയത്തിന് ഒരു പ്രോട്ടോൺ പ്രത്യേകത, ഡ്യൂട്ടീരിയത്തിന് 1 പ്രോട്ടോണും 1 ന്യൂട്രോണും. ഇനി പ്രോട്ടിയം, ഡ്യൂട്ടീരിയം അതുപോലെ തന്നെ ട്രിഷിയത്തിന് ന്യൂക്ലിയസ് കണ്ടെയ്ൻ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കണ്ടെയ്ൻ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. 1 പ്രോട്ടോൺ അതുപോലെ തന്നെ 2 ന്യൂട്രോൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഇപ്പം നമ്മൾ പറഞ്ഞത് ഐസോട്ടോപ്പുകൾ എന്താണെന്ന് പറഞ്ഞ് ഒപ്പം ഐസോബാർ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കി വയ്ക്കുക. പിന്നെ ഓരോ 3 തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത്രയും ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞത്. മൊത്തം 5 ചോദ്യം പറഞ്ഞു. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. ചോദ്യം, ആറ്റോമിക് നമ്പർ ഓഫ് എൻ ആറ്റം ഈസ് 12. ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റം ഈസ് 12. ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ആൻ ആറ്റം ഓഫ് എലമെന്റ്. ഈ 2ാമത്തെ ചോദ്യം നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ്. ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചിത്രം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ചോദ്യം എന്താണ്? ആറ്റോമിക് നമ്പർ ഓഫ് എൻ ആറ്റം ഈസ് 12. അതായത് ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. ഓർത്തു വയ്ക്കുക,
ആറ്റോമിക് നമ്പർ എത്രയാണ്? 12. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയായിരിക്കും? 12 ആയിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ആറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ്. ഇത് മറക്കണ്ട, ആറ്റോമിക് നമ്പർ തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് തന്നെയായിരിക്കും? ഇലക്ട്രോണിൻ്റെ എണ്ണം 12, ഒപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം എന്തായിരിക്കും? 12 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആട്ടം വരയ്ക്കുമ്പോൾ മെയിനായിട്ട് വേണ്ട ഭാഗങ്ങൾ ആരാണ്? ആദ്യം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്തുണ്ടാവുക? ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ ഉണ്ടായിരിക്കുക. ഓർബിറ്റ് അല്ലെങ്കിൽ എന്ത് പറയും? ഷെല്ല് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾക്കറിയാം പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 12. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ എത്ര പ്രോട്ടോൺ? 12 പ്രോട്ടോൺ. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ആറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ എങ്ങനെ എഴുതുക? KLM. കെയിൽ 2 എണ്ണം കൊള്ളും. കെ 8 എണ്ണം, 8ഉം 2ഉം 10. ബാക്കി എത്ര എണ്ണം കൂടി ഉണ്ടാവും? 2 എണ്ണം കൂടിയും. അപ്പോൾ 2. അപ്പോൾ KLM. ചോദ്യത്തിൽ കൂടി ചിത്രം പോയിട്ടുണ്ട്. നിങ്ങൾ കളർ മാറ്റിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. കെയില് 2 എണ്ണം. അപ്പോൾ ഇതാണ് കെയില് 2 ഇലക്ട്രോൺ. ഇനി എല്ലിൽ 8 എണ്ണം. ഇതാണ് 8 എണ്ണം വരയ്ക്കാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 എണ്ണം വരച്ചു. ഇനി എമ്മിൽ എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം. എമ്മിൽ 2 എണ്ണം. ഇതാണ് ആറ്റോമിക് നമ്പർ 12 ആയിട്ടുള്ള എലമെന്റിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി 7ാം ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സിംബൽ ഓഫ് 2 എലമെന്റ് ആർ ഗിവൺ. 2 മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ കാർബൺ 612, അലുമിനിയം 1327. ഇതിൻ്റെ എന്താണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ ഫിഗർ എന്ത് ചെയ്യാനാണ്? വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1ാം ചോദ്യത്തിലേക്ക് കടക്കാം. ആൻസർ എ, ഫസ്റ്റ് പാർട്ട്, അതായത് കാർബൺ 612ൻ്റെ ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്യണത്? വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്? കാർബൺ 12ഉം അതുപോലെ തന്നെ 6ഉം ആണ്. അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ന്യൂക്ലിയസ് ഞാൻ എന്ത് ചെയ്തു? വരച്ചു. ഇനി നമുക്ക് ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണെങ്കിൽ ഇനി കാർബൺ 612 ന്യൂക്ലിയസിലുള്ള ആരൊക്കെ ഉണ്ടാവും? പ്രോട്ടോണും ഉണ്ടാവും, ന്യൂട്രോണും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ത് ചെയ്യണം? അറിയണം. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 6, മാസ് നമ്പർ 12. 6 ആറ്റോമിക് നമ്പർ, 12 12 മാസ് നമ്പർ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ആറ്റോമിക് നമ്പർ എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യുക? മാസ് നമ്പറിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. 12 - 6 6 എന്ന് കിട്ടി. പ്രോട്ടോണിൻ്റെ എണ്ണായി, ന്യൂട്രോണിൻ്റെ എണ്ണായി. എന്ത് ചെയ്യുക? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഓർബിറ്റുകൾ വരയ്ക്കാൻ പോവാണ്. കെ. അപ്പോൾ നമുക്ക് എത്രയാണ് ആറ്റോമിക് നമ്പർ? 6 എന്നറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? കെയിൽ 2. ബാക്കി നമുക്ക് മൊത്തം 6 എണ്ണമാണ്. ബാക്കി എത്ര ഉണ്ടാവും? 4 എണ്ണം. അപ്പോൾ 2 4. നമുക്ക് എത്ര ഷെല്ലാണ് വേണ്ടത്? കെയും വേണം, ഒപ്പം എല്ലും വേണം. കെയും എല്ലും. കെയിൽ എത്ര എണ്ണം കൊള്ളു? ഇവിടെ 2 എണ്ണം വരച്ചു.
ഇനി L എത്രണ്ണം കൊള്ളും? 4. അപ്പോൾ 1 2 3 4 വരച്ചു. ഇനി അടുത്തത് ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ബി. അലുമിനിയം 1327. അലുമിനിയം 1327 ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഒപ്പം തന്നെ എന്ത് ചെയ്യുക? വരയ്ക്കുക. അപ്പോൾ ആദ്യം ന്യൂക്ലിയസ് എന്ത് ചെയ്ത് മാർക്ക് ചെയ്യുക? ന്യൂക്ലിയസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി 13 ആറ്റോമിക് നമ്പർ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 13, ന്യൂട്രോണിൻ്റെ എണ്ണം 27 മൈനസ് 13, മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 7 3 പോയി കഴിഞ്ഞാൽ 4. ഇനി 1 പോയി കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടുന്ന് കണ്ടെടുത്ത് കഴിഞ്ഞാൽ 2 പോയാൽ 1 കണ്ടെടുത്തിട്ടില്ല, 14. നമുക്ക് പ്രോട്ടോൺ 13, ന്യൂട്രോൺ എത്രയാണ്? 14 ന്യൂട്രോൺ എന്ന് കിട്ടി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 13 ആറ്റോമിക് നമ്പർ. അപ്പോൾ 2 8 3, 2 8 3. അപ്പോൾ എത്ര ഷെല്ലുകൾ വേണം നമുക്ക്? 3 ഷെല്ലുകൾ. അപ്പോൾ ഷെല്ലുകൾ വരയ്ക്കാൻ പോവുകയാണ്. കെ വരച്ചു. കെ എൽ എം. നിങ്ങൾ നീറ്റായിട്ട് ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യുക? വരയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിന് മാർക്ക് ചെയ്യാം. കെയിൽ എത്രണ്ണം കൊള്ളും? 2. അപ്പോൾ 1 2. ഇനി കെ എൽ എത്രണ്ണം കൊള്ളും? 8. അപ്പോൾ 1 2 3 4 5 6 7 8. ഇനി കെ എൽ എമ്മിൽ എത്രണ്ണം കൊള്ളും? 3. 1 2 3. അപ്പോൾ നമ്മൾ 7ാം ചോദ്യത്തിൽ ഏതൊക്കെ ചെയ്ത്? കാർബണിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഫിഗേഴ്സ് എന്ത് ചെയ്ത് കഴിഞ്ഞു? വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം, ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ. മെഗ്നീഷ്യം ഓക്സിജൻ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇത് എത്രാമത്തെ പാഠമാണ്? 3ാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ അറിയണം? മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ. അത് ക്വസ്റ്റ്യനിൽ മിക്കതും തരും. മെഗ്നീഷ്യം നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12. ഇനി ഓക്സിജൻ്റെ എത്രയാണ്? 8. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, മെഗ്നീഷ്യം ഓക്സിജൻ തമ്മിൽ കൂടിച്ചേരുമ്പോഴുള്ള മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് ഡയഗ്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. 2 8 2. ഓക്സിജൻ്റെ എത്രയാണ്? 2 6. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ബാഹ്യതമ ഷെല്ലിലെ 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയായി? 8 എണ്ണമായി. അപ്പോൾ എത്രയായി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വന്നു കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ 2 എണ്ണം ആർക്ക് കൊടുക്കാം? ഈ ഓക്സിജന് കൊടുക്കാം. അപ്പോൾ 6 കൂടെ 2 കൂട്ടി അവിടെ എത്രയായി? 8 ആയി. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു. അപ്പോൾ ഞാൻ ആദ്യം മെഗ്നീഷ്യം എഴുതി. മെഗ്നീഷ്യം ഈ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യണത്? കൊടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഞാൻ വരച്ചു. പ്ലസ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2 8 2. ഇനി ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പോൾ 1 2 3 4 5 6 എണ്ണം. ഇനി ഏരോ മാർക്ക് ഇടുക. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ഇവിടെ ഞാൻ മെഗ്നീഷ്യം എന്ന് എഴുതുന്നുണ്ട്. മെഗ്നീഷ്യം
ഇവിടെയോ ഓക്സിജൻ. ഇനി ഈ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണെ കൊടുത്തു? 2 ഇലക്ട്രോണിനെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? മഗ്നീഷ്യം 2 ഇലക്ട്രോൺ. പിന്നെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണ്ട? സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വരയ്ക്കണ്ട. മഗ്നീഷ്യം എത്ര ഇലക്ട്രോൺ കൊടുത്തു? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2+. ഇനി ആര്? ഈ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വാങ്ങി? 2 ഈ കൊടുത്ത 2 ഇലക്ട്രോണെ വാങ്ങി. ഓക്സിജൻ എത്ര എണ്ണമായി? 6 എണ്ണത് 8 എണ്ണമായിട്ട് മാറും. 6 എണ്ണുള്ളത് 8 എണ്ണം. 1 2 3 4 6 7 8 എണ്ണം. അപ്പോൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇടുക. എത്ര ഇലക്ട്രോൺ വാങ്ങി? 2 എണ്ണത്തിന്. അപ്പോൾ 2-. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 2 ഇലക്ട്രോണെ വിട്ട് കൊടുത്ത്, മഗ്നീഷ്യം വിട്ട് കൊടുത്തപ്പോൾ +2, വാങ്ങിച്ച ആള് മൈനസ് ചാർജ്. അപ്പോൾ 2+ഉം 2-ഉം. മഗ്നീഷ്യം 2 ഇലക്ട്രോണെ വിട്ട് കൊടുത്തു. അപ്പോൾ 2+, ഓക്സിജൻ 2 ഇലക്ട്രോണ് സ്വീകരിച്ചു. അപ്പോൾ 2- എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഇവിടെ 2 8 2 ആയിരുന്നു. ഈ 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എത്രയും? 2 8. ഇവിടെ എന്തായി? ഓക്സിജൻ എത്ര എണ്ണം? ആ 2 എണ്ണത്തിന് വാങ്ങി. അപ്പോൾ 6 എന്നത് എത്രയായി മാറി? 8ആയി. 2 8. ഇത് തമ്മിൽ കൂടിച്ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു. മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 8 ചോദ്യത്തോളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത് നോക്കണം. ഇനി എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.